So guys, welcome to day one of my life. Start from scratch. Let's start. ഇത് റിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമായിരുന്നു. കാരണം ഞാൻ എൻ്റെ കുറേ തെറ്റുകളിൽ നിന്ന് മനസ്സിലാക്കി, കുറേ തെറ്റുകൾ എൻ്റെ ലൈഫിൽ തെറ്റുകൾ മനസ്സിലാക്കി എനിക്കൊരു പുതിയ റീസ്റ്റാർട്ടേഷൻ പോലെ ഫീൽ എനിക്കുന്നുള്ളത്. എല്ലാ ആഴ്ചത്തും പോലെ അതായത് ഞാൻ എല്ലാ ഒരു ഫസ്റ്റ് മൺഡേ ടു ഫ്രൈഡേ പക്ക ജിം ലൈഫിൽ പോകുമെങ്കിൽ വീക്കെൻഡ്സ് സിംപ്ലി റൂൾഡ്. എൻ്റെ വീക്കെൻഡ്സ് എന്ന് പറയുമ്പോൾ അത്ര ഒരു ഹാബിച്വലായിട്ടുള്ള ലൈഫല്ല. സോ ഐ റിയലൈസ് അങ്ങനത്തെ ഒരു വീക്കെൻഡ് കാരണം I got so many issues. Or last week, I don't know how to explain. It's really hurts. So I decided, എൻ്റെ ആ ഒരു ഡിസിഷൻ അത് എല്ലാവർക്കും പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ എല്ലാ ആഴ്ചയും വിചാരിക്കും നെക്സ്റ്റ് വീക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആകണമെന്ന്. പക്ഷേ ആ ഒരു എല്ലാ ആഴ്ചയും കഴിയുന്നതോറും ഓരോ ആഴ്ച കഴിയുന്നതോറും അതിൻ്റെ ഒരു വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ആ വേസ്റ്റ് ഡിസിഷൻ മാറിയിട്ട് ഐ തിങ്ക് ഐ നീഡ് ടു സ്റ്റാർട്ട് സംതിങ് ന്യൂ. സോ അങ്ങനെ ഒരു റീസ്റ്റാർട്ടേഷൻ ഓഫ് മൈ ലൈഫ് സ്റ്റോറി അങ്ങനെ എനിക്കൊന്ന് പറയാൻ പറ്റുക. ഇപ്പം എൻ്റെ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞ രണ്ട് ആൾക്കാരുടെ ഒന്നും എൻ്റെ ചേട്ടൻ്റെ ഞാൻ പറഞ്ഞു. ചേട്ടൻ ആദ്യം എന്നെ കുറേ ഉപദേശിച്ചു. ആസ് യൂഷ്വൽ ഉപദേശിച്ചപ്പോൾ എനിക്ക് ദേഷ്യം തോന്നി. എൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കാം, പല കാര്യങ്ങളുകൊണ്ടായിരിക്കാം എനിക്ക് നല്ല ദേഷ്യവും തോന്നിയത്. ബട്ട് ദെൻ ആഫ്റ്റർ സം ടൈം ഹി ഹഗ് മീ. It was really important for me. ആ ഒരു ഹഗ്ഗിങ്ങിന് തന്നെ എല്ലാം ഉണ്ട്. ഒരു സ്നേഹം, എന്തിനാണ് എന്നെ ഉപദേശിച്ചത്. അവിടെ എനിക്ക് മനസ്സിലായി എൻ്റെ തെറ്റുകൾ എന്താ, ഞാൻ എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ ചെയ്യണം, എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്, അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് അവരിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറ്റി. എല്ലാ വീക്കെൻഡും സംഭവിച്ചുകൊണ്ടിരുന്നു. ബട്ട് ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ നീഡ് ടു ബി ചേഞ്ച്. ഷുഡ് ബി മൈ ഫസ്റ്റ് ഡേ. എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഐ വിൽ കണ്ടിന്യൂ ദിസ് ഫോർ ലോങ്. ഷുഡ് ബി എ ഹാബിച്വൽ ലൈഫ്. സോ അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. എൻ്റെ കാല ദിവസമാണ്, ലെഗ് ഡേ. 5 sets of squat. 5 sets ഫസ്റ്റ് 2 സെറ്റ് വാം അപ്പ്, then 3 വർക്കിംഗ് സെറ്റ്സ്. Okay. Actually, I have a gang. എനിക്ക് 3 വർക്കൗട്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. ഡേ ബൈ ഡേ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അവരുടെ കൂടെ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. ബ്രീത്തിങ് നല്ല ഡിഫിക്കൽട്ടി ആവുന്നുണ്ട്. Let's go for second round. Oh shit. അമ്മേ പറ്റുന്നില്ല. ബ്രീത്തിങ് അലൗഡ്. സാധാരണ ഞാൻ എൻ്റെ ലെഗ് വർക്കൗട്ട് ഒരിക്കലും മിസ് ചെയ്യാത്ത ലെഗ് വർക്കൗട്ട്. ബട്ട് ഇവിടെ ഇന്ന് എനിക്ക് രാവിലെ വരാൻ പറ്റില്ല. സോ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും എൻ്റെ പാർട്ട്നേഴ്സ് ആവും. നാളെ വരുമ്പോഴത്തേക്ക് എന്നെ എന്തായാലും കൊല്ലും. ഐ എം ഡാം ഷുവർ അബൌട്ട് ദാറ്റ്. ആൻഡ് ദ മെസ്സേജ് ഐ വാണ്ട് ടു കൺവേ ഈസ്, ഇപ്പോൾ എൻ്റെ മൈൻഡിൽ ഇത് മൈൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു പാഷൻ ആഗ്രഹങ്ങളുണ്ടായിരുന്നിട്ട് അതൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കിനി ഒരു ഏജ് പീരീഡിൽ അതൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് അലട്ടുന്നുണ്ടായിരുന്നു. ബട്ട് ഞാനതിനു വേണ്ടി വർക്ക് ചെയ്യാണ്ട് കുറേ വർഷം ഇങ്ങനെ വേസ്റ്റാക്കി പോയോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിങ്ങനെ മനസ്സിലുണ്ടായിട്ട് എനിക്കിനി ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല, എൻ്റെ സമയം കഴിഞ്ഞു എന്നുള്ള രീതിക്ക് ഞാനി അതിനെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ചുമ്മാ ജോലി എടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, അതിങ്ങനെ ഒരു ലൈഫ് സർക്കിൾ പോലെ ഇങ്ങനെ കടന്നു പോകുന്നു. ആ രീതിക്ക് ചിന്തിച്ച് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് കുറേ നാളായിട്ട്. ബട്ട് ഐ ഫീൽ ഐ നീഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്.
ഐ വിൽ ഡു ദാറ്റ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളായാലും എനിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ. എനിക്കതിൽ നിന്നൊന്നും കിട്ടുന്നില്ല. ഞാൻ എന്താണ് ഇത്ര ജോലി എടുത്തിട്ടും ഐ എം നോട്ട് ഗെറ്റിംഗ് എനിത്തിങ്, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, ഐ എം നോട്ട് ഗെറ്റിംഗ് ഹാപ്പി. സോ എനിക്കതൊക്കെ ഇനി എനിക്ക് വേണ്ടി മാറ്റണം, എനിക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സായിട്ട് വന്നു തുടങ്ങി. പക്ഷെ അതിനെല്ലാം എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ എനിക്ക് എല്ലാ ആഴ്ചയും തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ആഴ്ച ഞാൻ എന്തായാലും അത് തീരുമാനം എടുത്തു. ഇനി ഒരിക്കലും ആ ഒരു പഴയ ഇതിലോട്ട് പോകത്തില്ല. ഐ വാണ്ട് ടു കം ബാക്ക്. ഐ വാണ്ട് ടു ഡു വാട്ട് ഐ ലൈക്ക്. ഐ വിൽ ഡു ദാറ്റ്. ആ ഒരു മനസ്സിൽ ധൈര്യം അത് നമുക്ക് കിട്ടണം. ഇപ്പോൾ പലതും പറയും. ഇപ്പോൾ വീഡിയോ ഇടുമ്പോഴായാലും പല കാര്യങ്ങളായാലും പലരും പല കാര്യങ്ങളും പറയും. എന്തിനിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു, എന്തിന് ചെയ്യുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു കെയർ അബൌട്ട് ദാറ്റ് ഫ്രം നൗ. ഐ വിൽ ഡു മൈ ബെസ്റ്റ് ടു റീച്ച് മൈ പോയിന്റ്. That's it. Work hard. Believe in yourself. Go ahead. That's it.